മൂന്നാം ക്ലാസ്സിൻ്റെ 2023-24 അധ്യയന വർഷത്തിലെ വാർഷിക പരീക്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഒരു മോഡലായിട്ട് ഉപയോഗപ്പെടുത്താം. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ നമ്മളെ മക്കൾക്ക് നമുക്ക് പഠിപ്പിക്കാനൊരു മാതൃക എന്നുള്ള നിലക്കാണ് ഈ വീഡിയോ. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെയാണ് കുട്ടികൾ ആൻസർ ചെയ്യേണ്ടത്. അത് ഇനിയുള്ള വർഷവും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അൽ ഇസ്മ്, ഇവിടെ സൊഫുണ്ട്, സൊഫു സാലിസ്, ഇസ്മ് കുട്ടിയുടെ പേര് എഴുതുക. അലാമാത്ത് എന്നുള്ള കോളത്തിലൊന്നും എഴുതരുത്, അത് കുട്ടിയുടെ മാർക്ക് പിന്നെ ഇടാനുള്ളതാണ്. 80 മാർക്ക്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് നഖ്റഉ അൽ ഹിബാറ വ നഖ്താറു അൽ ഇബാറാത്തി അത്തഹ്ദീബിയ. തഹ്ദീബിയ ആയിട്ടുള്ള വാക്കുകൾ, ഇബാറത്ത് കണ്ടെത്താനാണ്. ഇതിൽ ഒരു സംഭാഷണം തന്നിട്ടുണ്ട് ഇവിടെ. അപ്പം അതിൽ റഷാദ് ഉണ്ട്, അൽ അബ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് കലിമത്തു അത്തഹ്ദീബിയ അല്ലെങ്കിൽ അൽ ഇബാറത്തു അത്തഹ്ദീബിയ, ഉപചാര വാക്കുകൾ അല്ലേ. നമ്മളിപ്പോൾ ഇംഗ്ലീഷിലൊക്കെ പ്ലീസ്, എക്സ്ക്യൂസ് മീ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതിനാണ്. അത് അറബിയിലുണ്ട് അതുപോലെ തന്നെ. ഇതിലുള്ള ഉപചാര വാക്കുകൾ ഒന്ന് തഫല്ലലാണ്, തഫല്ലൽ, പ്ലീസ്, മാഷാ അല്ലാ, അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും. ഈ 3 വാക്കുകൾ നമ്മൾ എന്തെടുത്ത് എഴുതണം, ഇതിലേക്ക് ഈ 3 കോളത്തിലേക്ക് ആക്കിയിട്ട് എഴുതാനാണ്. ഇതൊന്ന് കണ്ടുപിടിക്കുക, അതിലേക്ക് എടുത്ത് എഴുതുക. ഓക്കെ. ഇനി അടുത്തത് നഖ്താറു മാ യുനാസിബ്. നഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം, മാ യുനാസിബു യോജിച്ച ഇതെടുത്ത് തിരഞ്ഞെടുത്തിട്ട് ഇവിടെ പൂരിപ്പിക്കാനാണ് കേട്ടോ. അൽ കഅബത്തു, നിങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്ക്. അൽ കഅബത്തു, കഅബ എന്നത് എന്താണ്? ബൈത്തുള്ളയാണോ ഇബാദുള്ളയാണോ? ബൈത്തുള്ള. അൽ കഅബത്തു ബൈത്തുള്ള. അറിയാം എന്താ അതിൻ്റെ അർത്ഥം? കഅബ അള്ളാഹുവിൻ്റെ ബൈത്താണ് അറിയുമ്പോൾ വീടാണ് അല്ലേ. പിന്നെ യതൂഫു, തവാഫ് ചെയ്യുന്നു, ഡാഷ് ഹൗലൽ കഅബത്തി. അൽ ഹാജു ആണോ അറഫത്താണോ? എന്താ അതിൻ്റെ അർത്ഥം? ഹാജിമാര് എന്തിനാ എന്തിന് ചുറ്റും? കഅബക്ക് ചുറ്റൂലേ, തവാഫ് ചെയ്യുക. അൽ കഅബത്തു, കഅബ ഫി ഡാഷ്. അൽ കഅബത്തു ഫി ഡാഷ് എവിടെയാ? ഫി മക്കത്തിയാണോ മദീനത്താണോ? അൽ കഅബത്തു ഫി ഡാഷ് മക്കത്തി അല്ലേ. മദീനയിലല്ല, മക്കയിലാണ് കഅബ സ്ഥിതി ചെയ്യുന്നത്. അൽ ഹജ്ജു, ഹജ്ജ് മിൻ അർക്കാനി ഡാഷ്. ഇസ്ലാമാണോ സ്വലാത്താണോ? ഇസ്ലാം. മിൻ അർക്കാനിൽ ഇസ്ലാം. എന്താണ്? ഹജ്ജ് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്. ഇസ്ലാം എന്നുള്ളതൊക്കെ ഇവിടേക്ക് അല്ലേ. അപ്പം ശരി ഉത്തരം ഇതിൽ തന്നെയാണ് എഴുതേണ്ടത്. ഇനി നുക്മിൽ, നമുക്ക് പൂരിപ്പിക്കാം എന്നാണ്. അപ്പം നുക്മിൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത വർഷത്തിലൊക്കെ ക്വസ്റ്റ്യനിൽ പരീക്ഷയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നുക്മിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പൂരിപ്പിക്കാം. അപ്പോൾ ഇവിടെ പിക്ചർ മാ അ, പൂച്ചൻ്റെ ശബ്ദമാണ് അല്ലേ. മാ അല്ലേ, മാ അ. പിന്നെ സൗറാണോ ഷാത്താണോ അൽ ഖിത്തു ആണോ അൽ ഉസ്ഫൂർ ആണോ? എന്താ? അൽ ഖിത്തു അല്ലേ. അൽ ഖിത്തു, ഖിത്തു എന്നാണ് അല്ലേ. അപ്പം മാ അൽ ഖിത്തു. ഇനിയോ, ഇനി ഇവിടെ സഖ്സഖ, സൗറു ആണോ അഷാത്തു ആണോ അൽ ഖിത്തു ആണോ അൽ ഉസ്ഫൂർ ആണോ? കുരുവി. എന്താ അതിൻ്റെ അർത്ഥം? കുരുവി ചിലച്ചു അല്ലേ. സഖ്സഖൽ ഉസ്ഫൂറു. സഖതി എന്താണ്? ഇവിടെ ഇതിന്റെ പിക്ചറിന്റെ പേര് ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മതി അല്ലേ. സഖതി ഇതെന്താ? സൗറാണോ ഷാത്താണോ ഖിത്താണോ ഉസ്ഫൂറാണോ? സഖതി ഷാത്തു അല്ലേ. ഷാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ച ഹറൂഫ് അല്ലേ. അതിന് അതുപോലെ തന്നെ ഹറൂഫ്, തൈസ്, പല പേരുകളും ആടുന്നുണ്ട് അല്ലേ. അപ്പം നമ്മളിതിലുള്ളത് ഷാത്താണ്. അപ്പം ഈ ഷാത്ത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, ബാക്കിയുള്ളത് പൂരിപ്പിക്കുക. അപ്പോൾ ലാസ്റ്റ് വരുന്ന ഒന്നുണ്ടാവില്ലേ, അതെടുത്തൂടെ എഴുതിയാൽ മതി. ഉണ്ടോ? ഈ ഷാത്ത് എന്നുള്ള ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ
അപ്പോൾ അടുത്ത് കിട്ടുന്നതൊക്കെ പൂരിപ്പിച്ചിട്ട് അടുത്ത് ലാസ്റ്റുള്ളത് എന്തെങ്കിലും എടുത്ത് ചെയ്താ കേട്ടോ. ഇനി ഹോറ എന്നാൽ അമറി അല്ലേ, ഈ കാളയുടെ ശബ്ദം. അപ്പം ഇനി ഇതിലുള്ള ഏതാ? സൗറാണ് അല്ലേ. ഹോറ സൗറു, കാള അമറി ഉണ്ടോ. അപ്പം ഇൻഷാല്ലാ അപ്പോൾ അതൊക്കെ ഇവിടെ എടുത്ത് ചെയ്താ. ഇനി അടുത്ത ഭാഗത്ത് നമ്മുടെ ഒരു പദ്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഏതാ? നുലാഹിലു അസ്സൂറ വനക്തുബു സത്തുറ മുനാസിബ, സത്തുറൻ മുനാസിബൻ. ഇവിടെ കുറേ ചിത്രങ്ങളുണ്ട്. അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള വരികൾ ഏതാന്നുള്ളത് കണ്ടെത്തിയിട്ട് ആ ചിത്രത്തിന് നേരെ ഉള്ള കോളത്തിൽ എഴുതാനാണ് കേട്ടോ. ഫ ഉസല്ലി ഫർള റബ്ബി ഷാക്കിറൻ അഅളമ ശുക്രി. അത് ഏതായിരിക്കും? ഉസല്ലി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഇതിലേതാ ചിത്രമുള്ളത്? അതാ. അപ്പോൾ ആ ഇതാ ഈ രണ്ട് വരി ഇതിലേതാ? ഫ ഉസല്ലി ഫർള റബ്ബി ഷാക്കിറൻ അഅളമ ശുക്രി. അത് രണ്ട് വരിയിലായിട്ട് എഴുതാം. പിന്നെ അടുത്ത വരി എന്താ? അനല അൻസ ഫമി ഔ അൻ ഉഖല്ലിമു ലുഫ്രി. നഖം വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വരി. അതാ ഈ പിക്ചർ കണ്ടങ്ങള്. ഉഖല്ലിമു അൽഫാരി എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലല്ലോ. അതെ. അപ്പോൾ അതിൻ്റെതാണ് ഈ വരി ഇതിൽ എഴുതുക കേട്ടോ. ഇവിടെ ഫസ്റ്റ് വരി എഴുതുക, പിന്നെ അതിൽ ഇപ്പുറത്തുള്ള വരി ഇവിടെ എഴുതുക കേട്ടോ. അനല അൻസ ഫമി ഔ അൻ ഉഖല്ലിമു ലുഫ്രി. ഇനി അടുത്ത നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടൂലേ? അടുത്ത വരി എന്താ? ഇതിനുമായിട്ട് എന്താ? അന അസ്ഹു ഫിസ്സബാഹി ഖബ്ല ഉസ്ഫൂരിൻ വതൈരിലെ. അപ്പോൾ ആ ഒരു വരിയാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. ഞാൻ നേരത്തെ എണീക്കും, കുരുവികളും പക്ഷികളൊക്കെ ഉണരുന്നതിൻ്റെ അല്ലേ ആ മുൻപ് എന്നുള്ള ആ വരി. അപ്പോൾ ആ പദ്യമൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അല്ലേ? നിങ്ങൾ കേട്ടില്ല പദ്യം? ഓക്കെ, ഇൻഷാ അല്ലാഹ് നന്നായിട്ട് പഠിക്കുക പദ്യങ്ങളൊക്കെ അതിൻ്റെ. ഇനി നംലഉ ബിൽ ഹുറൂഫി അൽ മുനാസിബത്തി കമാഫിൽ മിസാൽ. നംലഉ പറഞ്ഞാൽ നമുക്ക് നിറക്കാം എന്നാണ്. ബിൽ ഹുറൂഫി ഹർഫുകൾ, അൽ മുനാസിബത്തി കമാഫിൽ മിസാൽ. എന്താണ് അൽ മുനാസിബത്തി? യോജിച്ച അല്ലേ, യോജിച്ചത് മാതൃകയിലുള്ളത് പോലെ നമുക്ക് എന്ത് ചെയ്യാം? അതേവിടെ ഒരു മാതൃക തന്നിട്ടുണ്ട്. ദഹബൽ വലതു ഇലൽ മദ്രസത്തി. എന്താണ് ദഹബ പറഞ്ഞാൽ? പോയില്ലേ. അൽ വലതു കുട്ടി, ആൺകുട്ടി പോയി. എവിടേക്കാ പോയത്? ഇലൽ മദ്രസത്തി. പറ. മദ്രസയിലേക്ക്. അപ്പൊ മദ്രസയിലേക്ക് കിട്ടാൻ വേണ്ടിട്ട് എന്താ ഇവിടെ ഇട്ടത്? ഇല എന്നാണ് അല്ലേ. ലേക്ക്. ഇല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലേക്ക് എന്നുള്ള അർത്ഥാണ്. ഇല എന്ന് പറഞ്ഞാല് ലേക്ക്. അപ്പൊ എന്നാ ഈ അടുത്തത് നോക്കിക്കോളി. യർജിഉ അൽ വാലിദു ഡാഷ് അസ്സൂഖി. യർജിഉ പറഞ്ഞാൽ എന്താ? മടങ്ങി എന്നാണ്. അൽ വാലിദു ഉപ്പ മടങ്ങി. എവിടെന്നാ മടങ്ങിയ? ഇതിലെന്താ എടുക്കുക? ഫീ എന്നാണോ അല എന്നാണോ മിന എന്നാണോ? എന്താണ്? മിന. മിന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽ നിന്ന് എന്നാണ്. മിനൽ എന്ന് പറഞ്ഞാല് ഇൽ നിന്ന്. അപ്പം യർജിഉൽ വാലിദു ഉപ്പ മടങ്ങി മിന സൂഖി. സൂഖ് പറഞ്ഞാൽ എന്താ? അങ്ങാടി. ഉപ്പ അങ്ങാടിയിൽ നിന്ന് മടങ്ങി കേട്ടോ. ഉപ്പ അങ്ങാടിയിൽ നിന്ന് മടങ്ങി. യർക്കബുന്നാസു ജനങ്ങള് കയറുന്നു, മനുഷ്യന്മാര് കയറുന്നു അല്ലേ. എവിടെ കയറുക? അദ്ദറാജത്തി ഡാഷ് അദ്ദറാജത്തി. സൈക്കിളിന്റെ മുകളിൽ നിന്നാണോ? അപ്പൊ എന്താണോ? ഫീ എന്നാണോ അല എന്നാണോ മിന എന്നാണോ? അല അല്ലേ. അലദ്ദറാജത്തി. അതിന്റെ മുകളിലാണ്? സൈക്കിളിന്റെ മുകളിൽ. സൈക്കിളിന്റെ ഉള്ളിലാണോ കയറുക? സൈക്കിളിന്റെ മുകളിൽ, സൈക്കിളിന്മേൽ. ആ അർത്ഥം കിട്ടണം, മേൽ എന്നുള്ള അർത്ഥം. അപ്പോൾ യർക്കബുന്നാസു അലദ്ദറാജത്തി. ഇനിയോ തഖൂമുൽ ഉമ്മു. ഉമ്മ നിൽക്കുന്നു. എവിടെയാ നിൽക്കുന്നത്? ഫിൽ മത്ബഖി അല്ലേ. അപ്പം ഇവിടെ ഫിൽ മത്ബഖി. മത്ബഖ് പറഞ്ഞാൽ എന്താ? കിച്ചൺ അല്ലേ, അടുക്കള. തഖൂമുൽ ഉമ്മു ഉമ്മ നിൽക്കുന്നു. ഡാഷ് അൽ മത്ബഖി അടുക്കളയിൽ അല്ലേ. അപ്പോൾ അടുക്കളയിൽ നിന്നുള്ള എന്ത് ചെയ്യണം? ഫിൽ മത്ബഖി. കിട്ടൂലേ? അപ്പോൾ ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നുള്ള അർത്ഥം. അല എന്ന് പറഞ്ഞാൽ മേൽ അല്ലേ, മുകളിൽ എന്നൊക്കെയുള്ള അർത്ഥം. മിന എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് എന്നുള്ള അർത്ഥം. അപ്പോൾ അത്
ഇങ്ങനെ പൂരിപ്പിക്കാനായിട്ട് തരും. അപ്പോൾ ആ ഒരു ഹർഫുകൾ കൃത്യമുള്ള സ്ഥലത്ത് ഹുറൂഫ് ജറിൻ്റെ ഹർഫുകളാണ് അതൊക്കെ. അപ്പം അത് കൃത്യമായിട്ട് പൂരിപ്പിക്കാൻ മനസ്സിലാവണം എന്നുള്ളതാണ് നമ്മൾ പാഠത്തിലുണ്ട്. ഓക്കെ ഇൻഷാ അല്ലാഹ്. അടുത്തത് നമ്മൾ പഠിച്ചല്ലേ ഹുറൂഫ് ഷംസി ഹുറൂഫുൽ ഖമരി അല്ലേ. നുമയ്യിസു വേർതിരിക്കാം അൽ ഹുറൂഫു ഷംസിയ ഹുറൂഫു ഷംസിയയും വൽ ഖമരിയ ഹുറൂഫുൽ ഖമരിയയും കമാഫിൽ മിസാൽ എങ്ങനെ മാതൃകയിൽ തന്നതുപോലെ. മാതൃകയിൽ തന്നതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഹുറൂഫു ഷംസിയും ഹുറൂഫുൽ ഖമരിയയും വേർതിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക ഇവിടെ ഇങ്ങോട്ട് നോക്കി ഇവിടെ നോക്കി അദ്ദറാജത്തു അദ്ദറാജത്തു അൽ മറുവത്തു. അപ്പോൾ ഇതിൽ അദ്ദറാജത്തു എന്ന് ഇവിടെ എന്തിലെഴുതിണ്ട് അൽ ഹുറൂഫു ഷംസിയയിൽ അദ്ദറാജത്തു എന്നുണ്ട് അല്ലേ. എന്താ ആദ്യം ഹുറൂഫു ഷംസിയ ഹുറൂഫുൽ ഖമരിയ എന്ന് മനസ്സിലാക്കണം. 1ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നമ്മൾ ലാസ്റ്റ് പഠിച്ചിട്ടുണ്ട് അതിലെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്. ഹുറൂഫു ഷംസിയയിൽ 14 അക്ഷരങ്ങളുണ്ട്, ഹുറൂഫുൽ ഖമരിയയിലും 14 അക്ഷരങ്ങളുണ്ട്. അത് ഇനി മനസ്സിലാവാത്തവർക്ക് ഈ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ ഇത് ഇടുന്നുണ്ട്. അത് ശരിക്കും നോക്കിയിട്ട് എന്താണ് ഹുറൂഫു ഷംസിയ ഹുറൂഫുൽ ഖമരിയ പഠിക്കാം കേട്ടോ. അപ്പോൾ ഹുറൂഫു ഷംസിയ എന്ന് പറയുമ്പോൾ ഈ അക്ഷരങ്ങൾക്ക് മുമ്പിൽ ലാമ് വന്നാൽ അലിഫ് ലാം വന്നാൽ അത് ഉച്ചരിക്കാത്തതാണ് ഹുറൂഫു ഷംസിയ. മാത്രമല്ല ഷദ് വരും. അപ്പോൾ നോക്കിക്കോളി ദാല് ഹുറൂഫു ഷംസിയൻ്റെ ലെറ്ററാണ് അല്ലേ. അദ്ദറാജത്തു അദ്ദറാജത്തു എന്താണ് വന്നത് അദ്ദറാജത്തു. എൻ്റെ മാതൃക തന്നെ കേട്ടോ. ഇനി അൽ മറുവത്തു എന്നുള്ളത് എന്താണ് അതിനെങ്ങനെയാ തരിക. അൽ മറുവത്തു എന്നുള്ളതിൽ അതിൽ ഇവിടെ ദാല് കൊടുത്തു. ഇനി അൽ മറുവത്തു എന്നുള്ളതിൽ ഹുറൂഫുൽ ഖമരിയുടെ ലെറ്ററായിട്ട് മീം ഇതിൽ എഴുതി അൽ മറുവത്തു എന്ന് ഇവിടെ എഴുതിയണ്ടോ ഇങ്ങോട്ട് അൽ മറുവത്തു മറുവത്തു എന്ന് പറഞ്ഞില്ല. കാരണം എന്താ മീം ഹുറൂഫുൽ ഖമരിയൻ്റെ ലെറ്ററാണ്. മീം ഹുറൂഫുൽ ഖമരിയൻ്റെ ലെറ്റർ ആയതുകൊണ്ട് തന്നെ അവിടെ അതിൻ്റെ മുമ്പിൽ വന്ന അലിഫ്ലാം ഉച്ചരിച്ചു. ഓക്കെ ഇനി നമുക്ക് ഇത് എഴുതാം അസ്സൊഫ എവിടെ എഴുതാം. എന്നിട്ട് ഇതിൽ ഏത് ലെറ്റർ എഴുതാ ഇതിൽ ഏത് ലെറ്റർ എഴുതാ അസ്സൊഫ ഹാരിയ. ഇതിൽ സോദ എഴുതും ഇവിടെ അസ്സൊഫ എന്ന് എഴുതും അല്ലേ. ഇനി ഇതിൽ അൽ കഅബത്തു എന്നുള്ളതിൽ ഇവിടെ എഴുതും. എന്നിട്ട് ഇതിൽ ഏത് എഴുതണം കാഫ് അല്ലേ. ഈ കാഫ് ഇവിടെ എടുത്ത് എഴുതും. ഇനിയോ ഒന്ന് കണ്ടില്ല എന്ന് തോന്നുന്നു. അസ്സൊഫ എന്നുള്ളതാണ്. അസ്സൊഫ എന്നുള്ളത് ഇവിടെ എഴുതും. അതിൽ സോദ് ഇവിടെ എഴുതും. പിന്നെ ഏതാ ഉള്ളത് അൽ കഅബത്തു എന്നുള്ളത് എന്ത് ചെയ്യുക ഇവിടെ എഴുതുക കാഫ് ഇവിടുത്തെ എഴുതുക അല്ലേ. ദുറൂഫുൽ ഖമരിയാണ് ദുറൂഫു ഷംസിയാണ്. അതിൻ്റെ ലെറ്ററുകൾ വേർതിരിച്ചിട്ട് ആ പദങ്ങൾ വേർതിരിച്ചിട്ട് എഴുതാനാണ്. ഇനി അൽ ഹജ്ജു അടുത്ത പദം ഏതാ അൽ ഹജ്ജു. അപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി തന്നതാണ്. കോളം മാറ്റി തന്നിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ മാറരുത്. അൽ ഹജ്ജു എന്നുള്ളത് ഇതിൻ്റെ ഹുറൂഫുൽ ഖമരിയിലുള്ള പദമാണ്. അപ്പോൾ അത് വലിയ ബോക്സിൽ എഴുതിയിട്ട് എടുത്തിട്ട് ആ ബോക്സിൽ എഴുതുക ചെറിയ ബോക്സിൽ. അടുത്തതോ അത്തവാഫു അവിടെ എഴുതും അല്ലേ. അവിടെ എന്താ എഴുതുക മാഷാ അല്ലാഹ്. ഇനി ഇത് നുക്മിലു ബിൽ അഫ്ആലി അൽ മുനാസിബ നുക്മിലു നമുക്ക് പൂർത്തിയാക്കാം ബിൽ അഫ്ആല് ഫിഅലുകൾ അൽ മുനാസിബ യോജിച്ച കേട്ടോ യോജിച്ച ഫിഅലുകൾ വെച്ചിട്ട് ഇത് പൂരിപ്പിക്കാനാണ്. അപ്പോൾ നോക്കിക്കോളി ഇവിടെ ഒന്നാമത്തത് അദ്ദീഖു ഡാഷ് അദ്ദീഖു എന്നാണ്. ദീഖ് എന്നുള്ളത് മുദക്കറാണോ മുഅന്നസാണോ മുദക്കറാണ് അല്ലേ പുല്ലിംഗാണ്. അപ്പോൾ തോറദ്ദീഖു എന്നാണോ തോറത്ത് ദീഖു എന്നാണോ വരിക തോറത്ത് ദീഖു എന്നാണോ വരിക തോറദ്ദീഖു എന്താ വരിക തോറദ്ദീഖു. എന്താ കാരണം തോറ എന്നുള്ള അല്ല ദീഖ് എന്നുള്ളത് ആണാണ് അല്ലേ റോസ്റ്റർ ചിക്കനാണ് പൂവങ്കോഴിയാണ്. അപ്പം അതിന് തോറദ്ദീഖു. ഇനി ഖറഅത്ത് ഖറഅ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഇതിന് ഏതാ ഇവിടെ എടുത്തതാ അൽ ബിന്തു ഡാഷ് അൽ ബിന്തു എന്നാണ്. പെൺകുട്ടി വായിച്ചു എന്നാണ്. അപ്പം ഇതിലെന്തുണ്ടാവും ബിന്ത് എന്താണ് സ്ത്രീലിംഗാണ് അല്ലേ മുഹന്നസ് ആണ്. അപ്പം ഖറഅത്ത് ഖറഅത്ത് എന്താണ് ഖറഅത്ത് പറ ഖറഅത്ത് അത് എവിടെ ഇതാ ഖറഅത്ത് അൽ ബിന്തു കേട്ടോ. അപ്പോൾ ഖറഅത്തിൽ ബിന്തു. ഇനി അടുത്തത് ഇവിടെ ഡാഷ് അൽ മത്തറു നോക്ക് ഡാഷ് അൽ മത്തറു കല്ല എന്നാണോ കല്ലത്ത് എന്നാണോ മത്തറു എന്നുള്ളത് അറിയാം
ആ കല്ല കല്ലൽ മത്തറു കല്ലൽ മത്തറു ഉണ്ടോ? നാമ എന്നുണ്ട്, നാമത്ത് എന്നുണ്ട്. ഉമ്മാണ്, ഉമ്മ ഉറങ്ങി എന്നാണ്. ഉമ്മ എന്നുള്ളത് പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ? ഇതിൽ താ ഇല്ലെങ്കിൽ കൂടെ അബ് ഫാദറാണ്, ഉമ്മ ആ മദറാണ് അല്ലേ? ഉമ്മ സ്ത്രീയാണ്, അപ്പം സ്ത്രീലിംഗമാണ് അൽ ഉമ്മു. അപ്പം നാമ എന്നാണോ വരിക? അല്ല, നാമത്ത് അൽ ഉമ്മു കേട്ടോ. നാമത്തിൽ ഉമ്മു, നാമത്തിൽ ഉമ്മു കേട്ടോ. ഇനി ദബുലത്ത് ദബുല അൽ ഖർസു എന്നുള്ളത് പുല്ലിംഗാണോ സ്ത്രീലിംഗാണെന്ന് മനസ്സിലാക്ക്. ഏതാ? ഇത് പുല്ലിംഗാണ് അല്ലേ? അപ്പൊ ദബുലത്ത് അല്ല, ദബുലൽ ഖർസു. ഓക്കെ. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 8ാമത്തെ ക്വസ്റ്റ്യൻ. നുക്മിലു അൽ ഹിവാർ. നമുക്ക് ഹിവാർ പൂർത്തിയാക്കാനാണ്. ഇതിൽ ഈ പെട്ടിക്കോളത്തിൽ ചതുരത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ പൂരിപ്പിക്കാം. എന്താണിത്? വായിച്ചേ. നൗഫൽ. ആരത്? നൗഫൽ. പിന്നെ ആരാ? അസ്ലമും തമ്മിലുള്ള സംഭാഷണം. നൗഫൽ അസ്സലാമു അലൈക്കും വറഹ്മത്തു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറയാ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അത് ഇത് ഇവിടെ ഉണ്ട്. ഇത് നേരെ തീക്കെടുത്ത് ഇവിടെ എഴുതാം. ഇനി മതാ തസ്ഹു, മതാ തസ്ഹു എന്നാണ്. നീ എപ്പോഴാണ് എണീറ്റത്? അപ്പൊ ഇതിലുണ്ടോക്കെയാണ് അതിന് തഖ്റഊന്നുണ്ട്, ഇവിടെ അഗ്തസിലുണ്ട്, അസ്ഹൂന്നുണ്ട്. അസ്ഹൂ കുല്ല യൗമിൻ മുബക്കിറൻ. എന്താ അതിന്റെ അർത്ഥം? ഞാൻ എല്ലാ ദിവസവും നേരത്തെ എണീക്കും. അപ്പൊ എന്താ ചോദ്യം തരുന്നു? നൗഫലിന്റെ ചോദ്യം അസ്ലമിനോട്, നീ എപ്പോഴാണ് എണീക്കാറ്? ഞാൻ എല്ലാ ദിവസവും നേരത്തെ എണീക്കാറുണ്ട് എന്നുള്ളതാണ് ആരുടെ മറുപടി? അസ്ലമിന്റെ മറുപടി അല്ലെ? അപ്പൊ അസ്ഹൂ ഞാൻ എണീക്കും കുല്ല യൗമിൻ മുബക്കിറൻ. നൗഫൽ അടുത്ത ചോദ്യം, മതാ തഗ്തസിലു, നീ എപ്പോഴാ കുളിക്കുക? തഗ്തസിലു പറഞ്ഞാല് കുളിക്കുക. എപ്പോഴാ നീ കുളിക്കല്? അപ്പൊ ഇതിൽ ഏതാ വരിക? തഖ്റഊ എന്നാണോ അഗ്തസിലു എന്നാണോ? ഇവിടെ രണ്ടും നമ്മൾ പറഞ്ഞു. ഏതാ വരിക? അഗ്തസിലു, തഗ്തസിലു അല്ലേ? മതാ തഗ്തസിലു, നീ എപ്പോഴാ കുളിക്കാന്ന് ചോദിക്കുമ്പോ തഖ്റഊ വരുമോ? ഇല്ല, അഗ്തസിലു ഞാൻ കുളിക്കും. എപ്പോഴാ കുളിക്കുക? സ്വബാഹൻ. എപ്പോഴാ കുളിക്കല്? രാവിലെ കുളിക്കും. സ്വബാഹൻ പറഞ്ഞാല് രാവിലെ കുളിക്കും. പിന്നെ നൗഫല് മാതാ ഡാഷ്, മാതാ നീ ഏതാ ഉള്ളത്? തഖ്റഊ, നീ എന്താ വായിക്കണത്? അപ്പൊ അസ്ലം അഖ്റഊ അൽ ഖുർആൻ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ മോഡൽ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. സംഭാഷണമൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും, എന്നാലും പദങ്ങളൊക്കെ പൂരിപ്പിക്കാനൊക്കെ ഉള്ളതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.